സ്വന്തം നിലയിൽ പ്രവേശനം നടത്തിയ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ജെയിംസ് കമ്മിറ്റി റദ്ദാക്കി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവേശനം നടത്തിയതിനെ തുടർന്നാണ് നടപടി. തലവരിപ്പണം വാങ്ങിയതായും ആരോപണമുണ്ട്. കണ്ണൂരിൽ 150ഉം കരുണയിൽ 100ഉം സീറ്റുകളാണ് ഉള്ളത്. പ്രവേശനം ഏറ്റെടുക്കാൻ എൻട്രൻസ് കമ്മീഷനോട് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചു. സ്വാശ്രയ സമരത്തിന് പിന്തുണ നൽകിയെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വി എസ് അച്യുതാനന്ദൻ തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. SBI ജീവനക്കാരുടെ സമരത്തെപ്പറ്റിയാണ് താൻ ഉദ്ദേശിച്ചതെന്നും വി എസ് പറഞ്ഞു. തന്നെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും വി എസ് കൂട്ടിച്ചേർത്തു. സ്വാശ്രയ സമരത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തതായി വരുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വി എസ് വ്യക്തമാക്കി. ലയനവുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ SBTയിലെയും SBIയിലെയും താൽക്കാലിക ജീവനക്കാരുടെ സമരം ഒത്തുതീർക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബാങ്ക് ജീവനക്കാരുടെ സമരം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർ സമരത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞത്. സമരം ന്യായമാണെന്നും അടിയന്തരമായി പരിഹരിക്കണമെന്നും മറുപടി നൽകി. UDF MLAമാർ നടത്തുന്ന സ്വാശ്രയ സമരത്തെക്കുറിച്ചാണ് ഈ പ്രതികരണമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. ബാങ്ക് സമരമാണ് ഉദ്ദേശിച്ചതെന്ന് വി എസിന്റെ രാവിലത്തെ വാക്കുകളിൽ വ്യക്തമാണ്. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാണ്. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? തന്നെ ഒത്തുതീർപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സർക്കാരും താനും രണ്ട് തട്ടിലാണെന്ന് വരുത്താനുള്ള വ്യാജധാരണ സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇത് സർക്കാരിനെയും തന്നെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണെന്നും വി എസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയാണെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. സുപ്രീം കോടതി അംഗീകരിച്ച കരാർ റദ്ദാക്കൽ അസാധ്യമെന്ന് ഫസൽ ഗഫൂറും പ്രതികരിച്ചു. തലവരി വാങ്ങുന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നതായി ഉമ്മൻചാണ്ടിയും അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് നിലപാട് വികതമാക്കിയിട്ടുണ്ട്. ഒരാവശ്യവുമില്ലാത്ത സമരമാണിത്. ഇത് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. സ്വാഭാവികമായും എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ ഒരാളും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഗവൺമെന്റ് നിലപാട് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. സുപ്രീം കോടതി അംഗീകരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് ക്ലാസ്സും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു റീകൗൺസിൽ കരാർ എങ്ങനെ റദ്ദാക്കും? കരാർ റദ്ദാക്കിയാൽ ഒരു കുട്ടി കേസിന് ഉപയോഗിച്ചാൽ മതി, ഇത് വീണ്ടും കുഴപ്പത്തിലാവും. അതുകൊണ്ട് കരാർ റദ്ദാക്കി വീണ്ടും റീകൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ വിഷയം പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതാണ്. വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് നോക്കാം. പക്ഷേ ഇപ്രാവശ്യത്തെ അഡ്മിഷന് വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ ചാൻസ് നഷ്ടപ്പെടുകയല്ലേ? സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശന വിഷയത്തിൽ UDF MLAമാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം 5ാം ദിവസവും തുടരുന്നു. 2 ലീഗ് MLAമാരുടെ അനുഭാവ സമരവും തുടരുകയാണ്. നിരാഹാര സമരം ചെയ്തിരുന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം ആര് സമരം തുടരണമെന്നത് തിങ്കളാഴ്ച ചേർന്ന UDF യോഗത്തിൽ തീരുമാനിക്കും. ചൊവ്വാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിച്ചേക്കും. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. IS ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 5 പേർ കണ്ണൂരിൽ NIAയുടെ പിടിയിലായി. കണ്ണൂർ കനകമലയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. അതേസമയം കുറ്റ്യാടി സ്വദേശി റംസാദിനെയും NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന് പാകിസ്ഥാന്റെ പേര് എടുത്തു പറയാതെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്ന നിലപാടുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. അതിർത്തിക്ക് ഇപ്പുറം നിന്ന് ആക്രമണം നടത്തുകയായിരുന്നു. UN സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ലംഘിക്കുന്നുവെന്നും അടിയന്തരമായി UN ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു. കാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുക്കുന്നവരെ 3ാം മുറയ്ക്ക് വിധേയരാക്കുന്നുവെന്ന പരാതിയിൽ കർശന നടപടിയെടുക്കാൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. റേഞ്ച് AGമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കുമാണ് നിർദ്ദേശം നൽകിയത്. കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിന് വിരുദ്ധമായ സംഭവമുണ്ടായാൽ മേലുദ്യോഗസ്ഥരും ഉത്തരവാദികളാകുമെന്നും DGPയുടെ സർക്കുലർ മുന്നറിയിപ്പ് നൽകുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത തയ്യൽക്കാരന് മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് സർക്കുലർ. മർദ്ദിച്ച 3 പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും DGP നിർദ്ദേശം നൽകി. കേരള സംസ്ഥാന ലോട്ടറി ഓണം ബമ്പർ ഭാഗ്യവാനെ കണ്ടെത്തി. പാലക്കാട് നെന്മാറ സ്വദേശിയും തൃശൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ ഗണേശനാണ് ഭാഗ്യവാൻ. കഴിഞ്ഞ ഒരാഴ്ചയായി 8 കോടിയുടെ ഭാഗ്യവാൻ ആരാണെന്നറിയാൻ കേരളം കാത്തിരിക്കുകയായിരുന്നു.